ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. സെമസ്റ്റർ എം.കോം ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ആദ്യം വരുന്നത് ഇതിന്റെ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. സോ ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്സ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച, അതായത് ഹെഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ലൈക്ക് ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ എന്താണ്, സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിച്ചതാണ്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതിൽ വരുന്ന സ്റ്റെപ്സ് മൊത്തം 7 സ്റ്റെപ്പാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് സ്വാട്ട് അനാലിസിസ് ആണ്. സ്വാട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്, ഇതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ദെൻ ഡിസിഷൻസ് ടു ഇന്റർനാഷണലൈസ്, അതായത് നമ്മൾ വന്നിട്ട് ഈ സ്വാട്ട് അനാലിസിസിന് ശേഷം നമ്മൾ വന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എന്തിനെ കുറിച്ചാണ്, അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ലൈൻ വേണം യൂസ് ചെയ്യാൻ, അതേപോലെ തന്നെ ബയേഴ്സിന്റെ ബിഹേവിയർ, ദെൻ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഇന്റർനാഷണലൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് സെലക്ഷൻ ആണ്. മാർക്കറ്റ് സെലക്ഷൻ അറിയാലോ നമുക്ക്. ദെൻ പ്രൊഡക്റ്റ് സെലക്ഷൻ അറിയാം. ദെൻ നമ്മുടെ എൻട്രി മോഡ് സെലക്ഷൻ. ഓക്കെ, എൻട്രി മോഡ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ എൻട്രി മോഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ഇതിലുണ്ട്, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ മാർക്കറ്റ് സ്ട്രാറ്റജിക് പ്രൈസിംഗ് സ്ട്രാറ്റജി, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. ദെൻ 7th സ്റ്റെപ്പാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻ എന്നുള്ളത്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് മാർക്കറ്റും അതേപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊഡക്റ്റും വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സും സ്ട്രാറ്റജീസും എല്ലാം വന്നിട്ട് വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈസിനെ വന്നിട്ട് എത്രത്തോളം അത് എഫക്ട് ചെയ്യണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് നമ്മൾ ഈ സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ സ്റ്റെപ്പ്. കോമൺ സ്റ്റെപ്പാണ്, നമ്മൾ ഇതിനു മുന്നിൽ പഠിച്ചതാണ്. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാത്തത്. ഓക്കെ, ദ ഫേം ആസ് എ വാല്യൂ ചെയിൻ എന്നുള്ളത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എന്നുള്ളതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ കിട്ടുന്ന റവന്യൂ എന്ന് വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ എ ഫേംസ് പ്രോഡക്റ്റ്. Then the value chain concentrate on the activity starting with raw material till the കോൺവെർസേഷൻ ഇൻ ടു ഫൈനൽ ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഈ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. ഒന്ന് വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ദെൻ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് ഈ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ബയ്യർ ആർ വില്ലിംഗ് ടു പേ, അതായത് ബയേഴ്സ് വന്നിട്ട് എത്രത്തോളം വില്ലിംഗ് ആണ് അത് പേ ചെയ്യാൻ, അതേപോലെ തന്നെ ഈ കൊടുക്കുന്ന സപ്ലൈസ് വന്നിട്ട് എത്രത്തോളം അവരും വില്ലിംഗ് ആണ് അത് ആ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഈ വാല്യൂ ചെയിൻ അനാലിസിസിലൂടെ പറയുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസ് കൊണ്ടുവന്നത് പോർട്ടർ ആണ്. പോർട്ടറുടെ ഒരു ഡെഫിനിഷൻ, so he described the value chain as the internal process or activity as a company perform to design, പ്രൊഡ്യൂസ്, മാർക്കറ്റ്, ഡെലിവർ ആൻഡ് സപ്പോർട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്. അതായത് ആ പ്രോഡക്റ്റിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, ഡെലിവർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇന്റേണൽ പ്രോസസ് ആണ് ഈ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് നമ്മൾക്ക് 2 ആക്ടിവിറ്റിയാണ് വരുന്നത്. സപ്പോർട്ടീവ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ പ്രൈമറി ആക്ടിവിറ്റി എന്നുള്ള 2 ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. സോ ആദ്യം ഈ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് ഇൻബോund ലോജിസ്റ്റിക് എന്നുള്ളതാണ്. ഇൻബോund ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ദീസ് ആർ ഓൾ ദ പ്രോസസ് റിലേറ്റഡ് ടു റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഇൻപുട്ട് ഇന്റേണലി. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണലി വന്നിട്ട് ആ പ്രൊഡക്റ്റ് വന്നിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യേണ്ടത്, ആരിലൂടെയാണ് അത് റിസീവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഇൻപുട്ട് എത്രയാണ്, ഇതിലാണ് ഔട്ട്പുട്ട് എത്ര കിട്ടും എന്നുള്ളതൊക്കെ ഇൻബോund ലോജിസ്റ്റിക്കിൽ വരുന്നതാണ്. ദെൻ ഓപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിലും ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമ്മുടെ ഇൻപുട്ടിനെ വന്നിട്ട് ഔട്ട്പുട്ട് ആയിട്ട് മാറ്റാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദെൻ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ കളക്ടിങ്, സ്റ്റോറിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ പ്രൊഡക്റ്റ് ടു ദ ബയേഴ്സ് ആണ്. അതായത് ലൈക്ക് ഔട്ട്സൈഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്രൊഡക്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് എല്ലാ മാനുഫാക്ചറിങ് കാര്യങ്ങൾ കഴിഞ്ഞ് ഓർഗനൈസേഷൻ്റെ തൊട്ട് പുറത്തുപോയി എന്ന് വരുന്നതാണ് ഇത്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സും അതേപോലെ തന്നെ അവരുടെ സെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, അതേപോലെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൂടിയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സർവീസ് എന്ന് പറയുമ്പോൾ
ഹൗ ടു മെയിൻറ്റെയിൻ ദ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്, അതായത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ വന്നിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണേ എന്നുള്ളതാണ് ഈ സർവീസിലൂടെ പറയുന്നത്. ഓക്കെ, ഇതിനുള്ളത് ഫേം ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഫേം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്താണ്, നമ്മളുടെ എന്ത് ഫേം, അതായത് എന്ത് ടൈപ്പ് ഓഫ് ഫേം ആണ് എന്നുള്ളതാണ് ഫേം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ എംപ്ലോയീസിനെ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, ട്രെയിനിങ് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അതേപോലെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, ദെൻ അതേപോലെ തന്നെ അവരുടെ വേജ് സ്കീംസ്, ബോണസ് സ്കീംസ്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂ ടെക്നോളജീസ്, അതായത് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ആണ് ഇതിൽ വരുന്നത്. ദെൻ പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പെർച്ചേസിംഗ് ഇൻപുട്ടും അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ, എക്യുപ്മെന്റ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മൾ പെർച്ചേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിന്റെ ഇൻപുട്ട് പെർച്ചേസിംഗ് തന്നെ ഒരു ടാസ്ക് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് പ്രൈമറി ആക്ടിവിറ്റിയിൽ വരുന്നത്. ദെൻ ഈ വാല്യൂ ചെയിൻ അനാലിസിസിന്റെ യൂസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് നമ്മളുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. എന്തിന്റെ? സോഴ്സസിന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിലൂടെ നമുക്ക് ഒരു പേഴ്സണിൽ നിന്ന് ഇന്നൊരു പേഴ്സണിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കൽ ടൂൾ ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസും വന്നിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യാനും അതേപോലെ തന്നെ പെർഫോം ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ കമ്പനീസിന് വന്നിട്ട് നോ പ്രോഫിറ്റ് സൂൺ എന്നുള്ള സൂണിലോട്ട് അവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രസന്റ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ ഇന്റഗ്രേഷൻസ് എന്താന്നുള്ളത് നമുക്ക് കിട്ടാനും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ യൂസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ലൊക്കേഷൻ എന്നുള്ളതാണ്. സോ ഈ ഇന്റർനാഷണൽ ബിസിനസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ലൊക്കേഷൻ decision for the production of product is a key aspects of the strategic and logistical decision making for manufacturing. The optimum location may offer competitive advantages and may contribute to the success of an enterprise. അതായത് നമ്മൾ എവിടെയാണ് ഈ ബിസിനസ് സ്ഥാപനം തുടങ്ങണം, അല്ലെങ്കിൽ ഇത് എവിടെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ബിസിനസ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആവണോ ലോസ് ആവണോ എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു നല്ലൊരു എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നോക്കി, എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് ആണ്, റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അർബൻ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മേടിക്കുകയാണ്. പക്ഷെ റൂറലിലോട്ട് പോകുന്ന സമയത്ത് അവർ അത്ര താല്പര്യമൊന്നും കാട്ടുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അർബൻ ഏരിയാസിന് വിട്ടാണ്ട് റൂറൽ ഏരിയസിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അർബൻ ഏരിയയിൽ നിന്ന് നമ്മൾ മൊത്തമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ട് റൂറൽ ഏരിയയിലോട്ട് തന്നെ നമ്മൾ പോയി അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് എന്താ ഉപകാരം? അവർക്ക് എനിക്ക് വേണ്ട എന്നുള്ള ഒരു ഇതിൽ മൈൻഡ് സെറ്റിലുള്ളവർക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടും കാര്യമില്ല. സോ നമ്മുടെ ബിസിനസ്സിൽ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ല. പക്ഷെ നമ്മളിത് അർബനിലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും കൂടും. അതേപോലെ തന്നെ റൂറൽ ഏരിയസ് പീപ്പിൾ ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് തന്നെ ഓക്കെ ഇത്രയും പേര് വാങ്ങി ഉപയോഗിക്കുന്നല്ലോ എന്നുള്ള ഒരു തോട്ട് കൂടി അവർക്ക് വരും. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് വന്നിട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ. സോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആകാം, പ്രൊഡക്ഷൻ കോസ്റ്റ് ആകാം, മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ നമ്മളുടെ ലേബിളിംഗ്, പാക്കേജിംഗ് എന്നുള്ള, അതേപോലെ തന്നെ വെയർ ഹൗസിംഗ് എന്നുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് കോസ്റ്റ്. ഒന്ന് വന്നിട്ട് കോസ്റ്റ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പിന്നെ ലേബേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച്, അതും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണല്ലോ. ലേബേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച്, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ദെൻ മാർക്കറ്റിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രോക്സിമിറ്റി ടു ദ കസ്റ്റമേഴ്സ് ഓർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇൻവോൾവ് ആകുന്നതാണ് അതിന് ശേഷം പറയുന്നത് ലൈക്ക് നമ്മളുടെ മാർക്കറ്റ് സൈസ്, പർച്ചേസിംഗ് പവർ ഓഫ് മാർക്കറ്റ്, ഇതൊക്കെ കോമൺ പോയിന്റ്സ് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കും. ഓക്കെ, മാർക്കറ്റ് സൈസ്, പർച്ചേസിംഗ് പവർ ഓഫ് മാർക്കറ്റ്, ദെൻ പ്രോക്സിമിറ്റി ടു സപ്ലയേഴ്സ്. പ്രോക്സിമിറ്റി ടു സപ്ലയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലീഡ് ടൈം, അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാര്യങ്ങളിൽ വരുന്ന ടൈമും കോസ്റ്റും വന്നിട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോക്സിമിറ്റി ടു സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രോക്സിമിറ്റി ടു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ലോസിലോട്ട് പോവാതിരിക്കാനും, അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഫേംസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ ലോസ് കിട്ടാം. സോ അത് വന്നിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ഇത്. ദെൻ വന്നിട്ട് ടാക്സ് സ്ട്രക്ചർ ആൻഡ് പോളിസീസ്, ദെൻ റിസ്ക്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്ലൈമറ്റ്, ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കോമൺ പോയിന്റ്സ് അല്ല, നിങ്ങൾക്ക് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിസ്ക് അനാലിസിസ് ആണ്. സോ ഈ റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ടു ഐഡന്റിഫൈങ് ദ സോഴ്സസ് ഓഫ് പൊട്ടൻഷ്യൽ ഹാം, അസസിംഗ് ദ likelihood that harm will occur and the consequences if harm does occur. അതായത്
റിസ്ക് എന്ന് പറയുമ്പോൾ എന്ത് ഹാമാണ് അല്ലെങ്കിൽ എന്ത് സോഴ്സസ് ആണ് ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത എന്നുള്ളതാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അതായത് റിസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ റിസ്ക് അസസ്മെന്റ് പ്ലസ് റിസ്ക് മാനേജ്മെന്റ് പ്ലസ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. അതായത് ആ റിസ്ക് എന്താന്നുള്ളത്, റിസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ റിസ്ക് എന്താന്നുള്ളത് അസസ് ചെയ്യുക. അസസ് ചെയ്തതിനു ശേഷം അതൊന്ന് മാനേജ് ചെയ്തതിനു ശേഷം ദെൻ അതിനെക്കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതായത് എങ്ങനെയാണ് വന്ന് അതിന്റെ സോഴ്സ് എന്തെയാണ്, ദെൻ ഇതിന്റെ കോസസ് ആൻഡ് എഫക്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. റിസ്ക് അനാലിസിസ് വന്നിട്ട് 4 ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ABCD എന്നുള്ള 4 ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹൈ ലോ ദെൻ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോമാണ് ഇതിലും വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾക്ക് വേർട്ടിക്കൽ ഫോമിലോട്ട് വരുന്നത് കമ്പനിയുടെ സ്ട്രെങ്ത് മെട്രിക്സ് ആണ്. ദെൻ നമ്മളുടെ വേർട്ടിക്കൽ സൈസ് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടലിലോട്ട് പോകുമ്പോൾ കമ്പനിയുടെ അട്രാക്റ്റീവ്നെസ് ആണ്. ദെൻ നമ്മൾക്ക് ഹൈ ലോ ദെൻ ലോ ഹൈ എന്നുള്ളതുണ്ട്. എയിൽ വന്നിട്ട് ലോ അട്രാക്റ്റീവ് ലോ സ്ട്രെങ്ത് ആണ്. ബിയിൽ വന്നിട്ട് ഹൈ അട്രാക്റ്റീവ് ലോ സ്ട്രെങ്ത് ആണ്. ദെൻ സി ഹൈ അട്രാക്റ്റീവ് ഹൈ സ്ട്രെങ്ത്. ദെൻ ഡി ലോ അട്രാക്റ്റീവ് ഹൈ സ്ട്രെങ്ത് എന്നുള്ളതാണ്. സോ ഈ ഓരോ കാര്യങ്ങളിലോട്ടും വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ എ ആണെങ്കിൽ ഷോസ് ദാറ്റ് ദ കൺട്രി ഈസ് നോട്ട് അട്രാക്റ്റീവ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ കൺട്രി വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ്നെസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് എയിലോട്ട് പറയുന്നത്. ബി ആണെങ്കിൽ ഷോസ് ദാറ്റ് ദ കൺട്രി ഈസ് അട്രാക്റ്റീവ് ബട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ഹൈ. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ അട്രാക്റ്റീവ് ആണ്, പക്ഷെ കമ്പനിക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ബി. ദെൻ സി ആണെങ്കിൽ ഷോസ് ദാറ്റ് ദ കൺട്രി ആൻഡ് കമ്പനി ആർ ബോത്ത് അട്രാക്റ്റീവ് സോ ഫോറിൻ കമ്പനി ഗോ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ സി എന്ന് പറയുമ്പോൾ കമ്പനീസ് വന്നിട്ട് അട്രാക്റ്റീവുമാണ്, ആസ് വെൽ എസ് ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്, ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് സി. ഡി ആണെങ്കിൽ ഷോസ് ദാറ്റ് കൺട്രി ഈസ് നോട്ട് അട്രാക്റ്റീവ് ബട്ട് ദ കമ്പനി ഈസ് സ്ട്രോങ്. കമ്പനി സ്ട്രോങ് ആണ്, പക്ഷെ അട്രാക്റ്റീവ് ഒന്നല്ല, പക്ഷെ കമ്പനി സ്ട്രോങ് ആണ്. ഇനി ഫ്യൂച്ചറിലോട്ടാണെങ്കിലും പ്രോഫിറ്റിലോട്ട് എത്താം എന്നുള്ളതാണ് ഡിയിലോട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആണ്. സോ നമുക്കിതിൽ എന്തൊക്കെ റിസ്ക് എന്ന് പറയുന്നുണ്ട്, മൊത്തം 6 റിസ്ക് ആണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, ഫോറിൻ അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഫോറിൻ ലോസ്, കാർഗോ റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ റിസ്ക് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൊമേഴ്ഷ്യൽ റിസ്ക്കും പൊളിറ്റിക്കൽ റിസ്ക്കും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ പറയാം. ഓക്കെ, കൊമേഴ്ഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ അതായത് നമ്മുടെ ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ദ ഫോറിൻ മാർക്കറ്റ്. അതായത് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു നോളേജ് ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ നമ്മൾക്കതൊന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്കിതിൽ ലോങ് ട്രാൻസ്മിറ്റ് ടൈമും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിങ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു എക്സ്പോർട്ടും വരുന്നുണ്ട് നമുക്ക്. സോ ഇതിൽ നമുക്ക് ഈ കമേഴ്ഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് കൂടുതൽ വരുന്നത്. സോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ട് ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചേഞ്ചസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് ഒരു ഹസാർഡ് ഓർ ഡിഫിക്കൽട്ട് ആണ് ഈ കൊമേഴ്ഷ്യൽ റിസ്ക് നമ്മൾക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഈ കൊമേഴ്ഷ്യൽ റിസ്ക് എങ്ങനെയൊക്കെ ആവാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ഇത് കോമൺ പോയിന്റ്സ് ആണ്, പോയിന്റ്സ് മാത്രം പറഞ്ഞു. ഓക്കെ, അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ചസ്, ദെൻ നമ്മളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും ടാരിഫ് ബാരിയേഴ്സ് എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു സാധനം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ചേഞ്ചസ് ഇൻ ദ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓർ ടാരിഫ് ബാരിയേഴ്സ്, ദെൻ ചേഞ്ചസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദെൻ ചേഞ്ചസ് ഇൻ ഫോറിൻ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ മിനിമൈസേഷൻ ഓഫ് ദ കമേഴ്ഷ്യൽ റിസ്ക് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ റിസ്ക് ആണ്. പൊളിറ്റിക്കൽ റിസ്കിൽ നമുക്കറിയാലോ നമ്മുടെ പാർട്ടീസിൽ വരുന്ന ചേഞ്ചസ്, അതേപോലെ തന്നെ നമുക്ക് വരുന്ന ലൈക്ക് 2 കൺട്രീസ് തമ്മിൽ വരുന്ന ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാക്കുവാദങ്ങൾ, ദെൻ അതേപോലെ തന്നെ നമുക്ക് എനിമീസ് ലൈക്ക് നമ്മുടെ വാർ നടക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്കിൽ പറയുന്നത്. ദെൻ വരുന്നത് ലീഗൽ റിസ്ക് ആണ്. സോ ഈ ലീഗൽ റിസ്ക് എന്ന് പറയുന്നത് ലോസും അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ നമുക്ക് ഉള്ള റിസ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് കാർഗോ റിസ്ക് ആണ്. കാർഗോ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും then അതേപോലെ തന്നെ ഈ വെയർ ഹൗസിങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ കാർഗോ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് നമ്മുടെ ഈ കാർഗോ റിസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു സ്ട്രോംസോ കൊളോഷനോ തെഫ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ മൊത്ത പ്രൊഡക്റ്റും തന്നെ വേസ്റ്റ് ആയി പോകുന്നതായിരിക്കും. അതാണ് ഈ കാർഗോ റിസ്ക് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ കാർഗോ ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ, ഓക്കെ, അതാണ് ഇതിൽ. ദെൻ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ വന്നിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരാൾ മേടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മേടിക്കുകയാണ് പൈസക്ക് എവിടെ നിന്നെങ്കിലും കടത്തിന് മേടിച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വെക്കും. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ ആ പ്രൊഡക്റ്റ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല, നമ്മൾക്കത് പേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഇല്ല എന്നാണെങ്കിൽ അതാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ റിസ്ക്. ഇത് നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്സിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്ന കാര്യങ്ങൾ. ദെൻ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട് കാസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞ കൺസെപ്റ്റ് ആണല്ലോ, കോസ്റ്റ് എന്താണ് ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. നിങ്ങൾ ഇതിന്റെ മുന്നിൽ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.